പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ തെളിദീപം തെളിലിൽ നിറയുന്നു. ചേട്ടൻ പോയല്ലോ, ചേട്ടത്തിയമ്മ വന്നല്ലോ, ഇന്ന് നമ്മൾ കുളിക്കുമല്ലോ. പരിപാടി മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇതെന്തോന്ന് വേട്ടയ്യനാ? വേട്ടയ്യനല്ല, വേട്ടാവളിയൻ. നീ എവിടെ പോണടാ? മീനെ കുളിപ്പിക്കാൻ പോണം. വെള്ളത്തിൽ കിടക്കണ മീനെ നീ എന്തായിരുന്നു കുളിപ്പിക്കണത്? വെള്ളത്തിൽ കിടക്കണ മീനല്ല, എന്റെ ഭാര്യ മീനാക്ഷിയെ കുളിപ്പിക്കാൻ പോണെന്ന്. അയ്യ, കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് കുളിക്കാൻ വെള്ളവും കൊണ്ട് പോണ നോക്ക്. ഒരു കാര്യം കേൾക്കണം, ഇവന് ചോറിന്റെ കൂടെ പൊരിച്ച മീന് കൊടുത്താലേ അത് മറച്ചിട്ട് തിന്നാൻ മടിച്ചിട്ട് ഒരു സൈഡ് മാത്രം പോണവനാണ്. അവന്റെ പെണ്ടാട്ടിക്ക് കുളിക്കാൻ വെള്ളവും കൊണ്ട് പോണോ നിനക്ക്? കുളിപ്പിച്ചു കൊടുക്കണല്ലോ, വെള്ളമല്ല കൊണ്ട് കൊടുക്കണം. നീ പോയി കുളിപ്പിച്ച് നോക്കടാ, നീ കുളിപ്പിച്ച് നോക്ക്. ഞാൻ ഒരു കാര്യം പറയാം, അവനവന് കുളിക്കേണ്ട വെള്ളം അവനവൻ എടുത്തോണ്ട് പോണം. അതാണ് ഈ വടക്കേത്തറ വീട്ടിലെ ചരിത്രം. ഈ വടക്കേത്തറ ജാനകിയെ നീ വെറും വെടക്കേ തറയാക്കലട മോനെ. തിരിച്ചുകൊണ്ടൊഴിയടാ, തിരിച്ചുകൊണ്ടൊഴിയടാ. എന്താടാ ഇവിടെ ബഹളം? എന്താ ഇവിടെ ബഹളം? ഞാൻ മീനൊന്ന് കുളിക്കാനായിട്ട് വെള്ളം കോരിക്കൊണ്ട് പോയപ്പോ അമ്മ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് തിരിച്ചൊഴിക്കായി. അത് പിന്നെ ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ്? ഞാനല്ലേ? അപ്പൊ ഞാൻ പറയുന്നല്ലേ കാര്യം. ഒരു കാര്യം ചെയ്യ്, അമ്മ പറഞ്ഞ പോലെ നീ അത് തിരിച്ചൊഴിക്ക്. ഞാനീ കുഴപ്പമില്ലല്ലോ, അത് പോരെ? കുറച്ചുകൂടെ കലിപ്പാവായിരുന്നു. എന്റെ മാക്സിമം ഞാൻ തൽക്കാലം മതി. അല്ല, ഞാൻ പറയുന്ന നീ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അച്ചി വീട്ടില് പൊറുതിക്കും പോയി ഒരാഴ്ച കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് കയറി വന്നതും പോരാ, അവന്റെ പെണ്ടാട്ടിക്ക് കുളിക്കാൻ അവൻ വെള്ളവും കൊണ്ട് പോയിരിക്കുന്നു. രാഹുൽ, നിന്റെ ഭാര്യ വിളിക്കുന്നു രാഹുൽ. വേറെ അറിയൂ രാഹുൽ? വേറെ ഏതോ രാഹുലിനെ മതിയെന്ന് നിന്നെ വേണ്ടത്. വേറെ ഏതാ രാഹുൽ എന്നല്ല, വേറെ അറിയൂ രാഹുൽ എന്നല്ല. രാഹുൽ നീ എവിടെയെന്ന് ചോദിച്ചതാ. എന്താ അച്ഛ ഒരു അരിപ്പടച്ച അമ്മയുടെ കൃഷ്ണമണി തകടം വിളിച്ച കേട്ടവള്? നിങ്ങളെ മോനെ വിളിച്ചത് കേട്ടവള് രാഹുലെന്ന്. ചേട്ടാന്ന് വിളിക്കാതെ രാഹുലെന്ന്. കല്യാണം കഴിഞ്ഞ് ഇത്ര കൊല്ലമായി. നിങ്ങളെ ഇന്ന് വരക്കെങ്കിലും ഞാൻ നിങ്ങളെ പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ മനുഷ്യ? ഉണ്ടാ? പറഞ്ഞോട്, പറഞ്ഞു കൊടങ്ങോട്ട്. മോനെ, നിന്റെ അമ്മ ഇതുവരെ എന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. അമ്മ എന്നെ എങ്ങനെ വിളിക്കുന്നറിയാവോ? ദേ അങ്ങുന്നേ, ഇങ്ങു വന്നേ, അയ്യോ. പിന്നെ ചില സമയങ്ങള് വിളിക്കും. അതെവിടെയാ? അത് മനസ്സിലാക്കാനുള്ള പ്രായം നീ ആയിട്ടില്ല. ഞാനൊരു കാര്യം അമ്മയോട് പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഒരു പേര്, അതൊക്കെ നിങ്ങളുടെ കാലത്തല്ലേ. ഇപ്പം പേരൊക്കെയാണ് വിളിക്കുന്നത്. പേരൊക്കെ ആയാലും ചാമ്പക്ക ആയാലും കോവക്ക ആയാലും അത് ഈ വടക്കേത്തറ വീട്ടിൽ നടക്കൂല. അയ്യോ, ഒരു ആക്ഷൻ കോമഡി ആണല്ലോ ഭഗവാനെ. നിന്റെ അമ്മ നടക്കുകയെന്ന് പറഞ്ഞാൽ അനങ്ങാൻ പോലും പറ്റില്ല. രാഹുൽ, ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് കുളിക്കണ്ടേ? കുളിക്കണം. എന്തൊരു വിളിച്ചത്? മര്യാദക്ക് അവളെടുത്ത് ചേട്ടാന്ന് വിളിക്കാൻ പറ. അവളൊരു കോലം എടാ നാട്ടുകാര് കണ്ട എന്തോന്ന് പറയൂടാ ഇത്. എന്തിരിക്കുന്നു? മര്യാദക്ക് അവളെടുത്ത് പോയി പറ ചേട്ടാന്ന് വിളിക്കാൻ. അമ്മ പറഞ്ഞേ പേര് വിളിക്കരുത്, ചേട്ടാന്ന് വിളിച്ചാ മതിയെന്ന്. അപ്പൊ അമ്മേനെയും അച്ഛനെയും കൂടെ ചേട്ടാന്ന് വിളിക്കണോ? അമ്മേനെ അച്ഛനെയും കൂടെ അല്ല, എന്നെ ഇനി പേര് വിളിക്കരുത്, ചേട്ടാന്ന് വിളിച്ചാ മതിയെന്ന്. ചേട്ടനോ? നോ, ഐ വിൽ കോൾ യു രാഹുൽ. അമ്മ പിന്നെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? പേരിലൊക്കെ ഇൻഷ്യൽ ഇരിക്കണടാ. പേരിലൊക്കെ ഇൻഷലിരിക്കുന്നു. അമ്മ പറയണ ഊള കോമഡിക്കൊക്കെ ചിരിച്ചങ്ങ് കേറ്റുവാണല്ലേ. എന്റെ കുഞ്ഞെ, ഞാൻ ഇപ്പൊ ചിരിച്ചു കൊടുത്തില്ലെങ്കിൽ വൈകിട്ട് മുറിയിലിരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വരും. എന്തോന്ന് അവിടെ അച്ഛനും മോനും കൂടെ ഒരു അടക്കം പറച്ചില്? അല്ല, അച്ഛൻ ഇപ്പൊ ചിരിച്ചില്ലെങ്കിൽ നാളെ അച്ഛന്റെ അടക്കം പറയേണ്ടി വരുമെന്ന് പറഞ്ഞത്. രാഹുൽ, ടൈം പോകുന്നു. വെള്ളം ഇവിടെ. വെള്ളം കിണറ്റില് കോരിയെടുക്കാൻ പറയടാ. രാഹുൽ, എനിക്ക് അറിയില്ല വെള്ളം കോരാൻ. അമ്മ, അവക്ക് വെള്ളം കോരാൻ അറിയില്ല. അറിയില്ലെങ്കിൽ അറിയണം, പഠിക്കണം. അവള് വിദേശത്തൊക്കെ പഠിച്ചല്ലേ അമ്മ. ഞാൻ പഠിപ്പിക്കാം. നാവിരൽ നാലും മടക്കി കയറിൽ പിടിച്ച് പെരുവിരൽ അമർത്തി തൊട്ടിയും കയറും കിണറ്റിലേക്കിട്ട് വെള്ളം ഇങ്ങനെ വലിച്ചു പിടിക്കണം. കട്ടപ്പ
ഹേ സേസ സന്ദര സിന്ദര സുന്ദസ ഏസ ഇന്ദസ സന്ദര സന്ദര സസസ Nora, दूसरा tell me. സുകുബേ. ബാഹു. ബാഹുവാ. അല്ല രാഹു. എടാ ദേവസേനയുടെ അടുത്ത് ഒന്ന് വെള്ളം കോരാൻ പറയടാ. ദേവസേനേ. അയ്യ കണ്ടാലും മടി ദേവസേന. ദിവസേന ഒന്ന് വെള്ളം കോരാൻ പറയേ. വെള്ളം കോരാനാ പറയണേ. I don't know, Rahul. I will try my best. ചെലു മോളെ എടുത്ത് ഇവിടെ ഇവിടെ പിടിച്ച് പിടിച്ചേ ചുരുട്ടി കൂട്ടി നീ അല്ലേ പറയുന്നേ അല്ല ആണ്ട തൊട്ടി പോയി. ഞാനിവിടെ ഉണ്ടല്ലോ അതല്ല, ഞാൻ പറഞ്ഞത് ഒട്ടിക്ക് എന്തി പോയാലും അത് എടുത്തു തരാൻ ഞാനിവിടെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ജാനകി. അതാ പറഞ്ഞത്. വന്ന് കേറി അതോടെ എന്റെ കുടിവെള്ളവും മുട്ടിച്ച് എവളെ ഞാൻ എന്തോന്ന് ചെയ്യണം മനുഷ്യ. what nonsense are you talking? എടാ ജോസിന്റെ മോളെ നീ കാണുമായിരുന്നെന്ന് മാത്രമല്ലടാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവക്കിപ്പൊ എല്ലാം മനസ്സിലായി. എല്ലാം തന്നെ വിളമ്പി കൊടുത്തല്ലേ. ഓ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്താ വൃത്തികേട് പറയുന്നതെന്ന് അവള് പറഞ്ഞു. ഇവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല രാഹുൽ. എന്താ ഇത്? മിണ്ടിപ്പോരുത്. ഇംഗ്ലീഷ് അറിയുന്നില്ലെന്നു. ഐ ആം ഇംഗ്ലീഷ്. ബുക്ക് ടു ദ ബ്ലാസ്റ്റ് ഓൺ ദ വാഷിംഗ്ടൺ. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ ഈസ് 15 അല്ലേ ഓഗസ്റ്റ് 15. ഐ വാണ്ട് റെസിഡൻസി ഓഫ് സിറ്റുവേഷൻ. നോ ഗുഡ് യെസ് me walking moon of love thinking of you. You love you? Me love. No. ആക്ഷൻ കോമഡി കഴിഞ്ഞപ്പോ നാടകം തുടങ്ങി. Me responses. No. You are my father-in-law. Me dad. Yeah. My God. Me dad. You stepmom. No. Then I want residential of situation. What you want, dear dad? What you want? Seems so No, dad. I'm a You are my daddy. Mrs. Dance. Yes. No. അമ്മായത് കൈവിട്ടു പോകുന്ന തോന്നണേ. No, 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 no. No, no, no. My God, my wife. Yes. I love you. As my like in my wife. അപ്പൊ ഇതാണ് രാത്രി കിടന്നു കഴിയുമ്പോ പുതപ്പിന്റെ അടിയിൽ ഒരു ദിവ്യ വെളിച്ചോ അല്ലേ മനുഷ്യ? No, no, no. No, no, no. Me every day watching game shop. ആ ഇന്ന് രാത്രി നിങ്ങളെ ഗെയിം ഷോ ഞാൻ തീർത്തു തരുന്നുണ്ട്. എടി നീ എന്തോന്ന് പറഞ്ഞത്? ഇംഗ്ലീഷ് അറിഞ്ഞുകൂടുന്നല്ലേടി. എനിക്ക് നല്ല പച്ച മലയാളം അറിയാം. ഇറന്നെ കൊണ്ട് വിളിപ്പിക്കരുത് നീ. രാഹുൽ ഈ തള്ള എന്തൊക്കെയാ നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് പറയുമല്ലോ. ഈ ഡയലോഗ് ഞാൻ എവിടെയോ നീ കേട്ടിട്ടുണ്ട്. കേക്കും നീയേ കേക്കും. നീ പല തള്ളമാരെ കയ്യിൽ നിന്ന് നീ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങോട്ട് മാറുന്നില്ലേ? നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാണ് ആ സുധാകരന്റെ മോളെ കെട്ടിയാ മതിയെന്ന്. അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വെള്ളം കോരി തരുമായിരുന്നു, എന്റെ തുണി നനയ്ക്കുമായിരുന്നു, എന്റെ പാത്രം കഴുകി തരുമായിരുന്നു, എന്റെ കാലില് നിങ്ങളുടെ കാലിൽ കുഴമ്പിടാനല്ല ഞാൻ അമേരിക്കയിലെ വാഷിംഗ്ടണിന് ഇങ്ങോട്ട് വന്നത്. നീ വാഷിംഗ് മെഷീനകത്ത് കയറിയിരുന്ന് പഠിച്ചിട്ട് ഇറങ്ങി വന്നാൽ എനിക്കൊരു പുല്ലുമില്ലടി. എടി നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ നീ പഠിക്കണോടി. നമ്മളൊക്കെ പണ്ട് എന്താ ചെയ്തെന്നറിയാമോ? അരയ്ക്കാൻ വേണ്ടി അരികല്ലിലിട്ട് ഇങ്ങനെ അരയ്ക്കും, ഇങ്ങനെ ആട്ടും, എന്നിട്ട് എന്നിട്ട് ആ മാവ് കൊണ്ടുവന്നാണടി ഞാൻ ഉരുട്ടി തിന്നോണ്ടിരുന്നത്. അതിന്റെ ശക്തി എനിക്കുണ്ട്. ഞാൻ പയർ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ പയറല്ല വള്ളിപ്പയർ എന്റെ ശരീരത്തിൽ പടർന്നു കയറാൻ വന്നത്. രാഹുൽ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ അന്ന് ജനിച്ചതും ഞാൻ ഇന്ന് ജനിച്ചതും എന്റെ തെറ്റല്ല. നിങ്ങൾ അന്ന് ജനിച്ചപ്പോ അമ്മയും ആട്ടുകല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇന്ന് ജനിച്ചപ്പോ മിക്സിയും ഗ്രൈൻഡറും ഉണ്ട്. അതുകൊണ്ട് എവിടെ അരച്ചാലും അരയ്ക്കുന്ന കാര്യം നടന്നാ പോരെ. പഴഞ്ചനും കൊണ്ട് നടക്കുന്നു ഡാഡി. പഴഞ്ചൻ കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നു. മോളെ ഞാൻ പറയുന്നത് കേൾക്കാൻ മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാതെ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അമ്മ അടിക്കല്ലേ. എനിക്ക് ഈ സ്ത്രീ ഒന്ന് കൊല്ലണം. ആ പൊറോട്ട അടിക്കണ മനുഷ്യൻ നമ്മുടെ തന്തേനാണ്. USA ആണോ ഇന്ത്യ ആണോ? അയ്യോ അടിയോട് മനസ്സിൽ അങ്ങോട്ട് അമ്മ 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 ഓക്കെയാ. ഒരു മനുഷ്യന് താങ്ങാൻ നിർത്തോളം താന്നു. അവസാനം ഞാൻ ബക്കറ്റിന്റെ കഴുത്തിന്റെ അകത്ത് പറയാ അറിയാമോ?
ഈ നാട്ടുകാരും മൊത്തം ഇരുന്ന് കണ്ടിച്ചിരിക്കുന്നു കണ്ടു. പോടി. എനിക്കിട്ടൊക്കെ തന്നിട്ട് പോകാനുള്ള എല്ലാരും കണ്ട അപകാശിലായില്ലേ ഞങ്ങളുടെ കുടുംബം ഇല്ലേ? ഈ തൊട്ടായാലൊക്കത്ത് വീട്ടുകാരൊക്കെ ഉള്ളത് ഇവര് ചിന്തിക്കണ്ടേ? ഞാൻ ഒതുങ്ങി ഒതുങ്ങി ചവച്ചരച്ച ഇവിടെ കഴിയുന്നത്. അല്ല പക്ഷെ ഇതില് ക്ലൈമാക്സ് ഒന്നും ക്ലിയർ ആയിട്ടില്ലല്ലോ. അയ്യോ, ഇതിന് ക്ലൈമാക്സ് ഉണ്ടാകത്തില്ല. അമ്മായിയമ്മയും മരുമോളുള്ള വീട്ടില് ഇതുപോലെ വഴക്ക് എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ പുതുമോടി നടന്നതേ ഉള്ളൂ. ഇതെങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. അമ്മാതിരി സാധനമാണ് എന്റെ ഭാര്യയും അവന്റെ ഭാര്യയും. അയ്യോ സ്കിറ്റിന്റെ ക്ലൈമാക്സ് ആയില്ലെങ്കിലും എന്റെ അച്ഛന്റെ കാര്യത്തിൽ ഒരു ക്ലൈമാക്സ് ആയെന്നാണ് തോന്നുന്നത്.